എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. കേന്ദ്ര പദ്ധതിയായ PM കിസാൻ സമ്മാൻ നിധിയുടെ 21ാമത്തെ ഗഡു ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് എല്ലാ വിതരണങ്ങളും ഇപ്പോൾ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇപ്പോൾ 21ാമത്തെ ഗഡു ലഭിക്കാത്ത നിരവധി ആൾക്കാരാണ്. അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, പഴയ ലിസ്റ്റ് വെച്ചുള്ള വിതരണമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും ഒഴിവാക്കേണ്ടവരെ എല്ലാം തന്നെ കേന്ദ്രം ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുകയാണ്. ആ ഒഴിവാക്കിയിട്ടുള്ള ഒരു വിതരണമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതുതായിട്ട് അപ്രൂവൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ തുക ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് ഈ പ്രാവശ്യം തുക ലഭിച്ചിട്ടില്ല. കാരണം നിങ്ങളുടെ പേയ്മെന്റ് ലിസ്റ്റിൽ നിങ്ങളെ ആഡ് ആക്കിയിട്ടില്ല. ഇത് പഴയ പേയ്മെന്റ് ലിസ്റ്റ് വെച്ചുള്ള ഒരു വിതരണമായിരുന്നു ഇത്തവണ നടത്തിയത്. ഇനിയിപ്പോൾ ഒരു മാസം കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നിങ്ങളുടെ പുതിയ പേയ്മെന്റ് ലിസ്റ്റ് അപ്ഡേറ്റ് ആക്കിക്കൊണ്ട് തന്നെ ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് ഈ തുക എത്തുന്നതാണ്. ഇപ്പോൾ നിലവിൽ 21ാമത്തെ ഗഡു മുടങ്ങിയിട്ടുള്ളവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പലരും മെസ്സേജ് നോക്കിയിരിക്കുന്നൊരു ശീലമുണ്ട്. ആ മെസ്സേജ് വന്നില്ലെങ്കിൽ തുക വന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നത് പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെയല്ല. നിങ്ങളുടെ ബാങ്കിൽ ബാലൻസ് വന്നിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിക്കുക. അവിടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമത് ചെയ്യേണ്ടത് നിങ്ങളുടെ DBT സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഏത് ബാങ്കാണ്. കാരണം ബാങ്ക് ഏത് സമയത്തും ചേഞ്ച് ആവും. കാരണം DBT ട്രാൻസാക്ഷൻ ആധാറിലേക്ക് മാത്രമേ ഈ തുക നിക്ഷേപിക്കുകയുള്ളൂ. അപ്പോൾ DBT സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ബാങ്ക് ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ ആ ബാങ്കിൽ നിങ്ങൾ ബാലൻസ് ഒന്ന് പരിശോധിക്കുക. ആ തുക അവിടെ വന്നിട്ടുണ്ടാകും. അതല്ല, ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് തുക എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ചെയ്യേണ്ടത് നിങ്ങളുടെ EKYC സെക്ഷനിൽ ചെന്നിട്ട് നിങ്ങളുടെ ആധാർ വെച്ച് EKYC പരിശോധിക്കുക. അവിടെ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ, വീണ്ടും ബയോമെട്രിക്കലായിട്ട് EKYC ചെയ്യണം എന്നുള്ള നിർദ്ദേശം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ബയോമെട്രിക്കലായിട്ട് EKYC കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് മാത്രമേ സ്റ്റാറ്റസിൽ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ, ഇന്നെലിജിബിൾ ആക്കിയിട്ടുണ്ടോ, അവിടെ എന്താണ് കേന്ദ്രം നിർദ്ദേശിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് സ്റ്റാറ്റസിൽ മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. നിലവിൽ പലരും ചോദിക്കുന്നുണ്ട് സ്റ്റാറ്റസ് എങ്ങനെയാണ് നോക്കുക എന്നുള്ളതൊക്കെ. നമ്മുടെ PM കിസാന്റെ വെബ്സൈറ്റ് ഇപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. അവിടെ നമുക്ക് വ്യക്തമായിട്ടൊരു OTP ഒന്നും തന്നെ അവിടെ എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ അത് നോക്കാനായിട്ട് സാധിക്കില്ല. നിങ്ങൾക്ക് ഇപ്പോൾ സാധിക്കുന്ന ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. EKYC ഒന്ന് പരിശോധിക്കുക. അവിടെ വീണ്ടും ബയോമെട്രിക്കലായിട്ട് EKYC ചെയ്യാനായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും EKYC ചെയ്ത് കൊടുക്കുക. അത് ചെയ്ത് കൊടുത്ത് നിങ്ങൾ സ്റ്റാറ്റസ് ആക്റ്റീവ് ആക്കുക. നിങ്ങൾക്ക് അടുത്ത വിതരണത്തിൽ ഈ ഒരു പേയ്മെന്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പുറത്താക്കിയിട്ടുള്ള നിരവധി ആൾക്കാരുണ്ട്. ഇത് വ്യക്തമായിട്ട് തന്നെ കേന്ദ്രം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിന് 7500 ചിലവാനം ആൾക്കാരെ പുറത്താക്കിയിട്ടുണ്ട്. അവർക്ക് തിരിച്ചെത്തണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്താണ് നിർദ്ദേശിച്ചിരിക്കുന്നത് അതനുസരിച്ച് തന്നെ ഒരു പക്ഷേ ചിലർക്ക് അത് റീഫണ്ട് ആയിരിക്കാം, തുക തിരിച്ചടയ്ക്കണം എന്നുള്ളൊരു നിർദ്ദേശമായിരിക്കാം കേന്ദ്രം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അത് ചെയ്യേണ്ടി വരും. കാരണം റവന്യൂ റിക്കവറി ചെയ്യണമെന്നൊരു സാഹചര്യം എത്തും. അതുകൊണ്ട് തന്നെ അതെന്താണെന്നുള്ളത് അവിടെ നോക്കിയിട്ട് ആ തുക തിരിച്ചടയ്ക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലെറ്റർ വീട്ടിലേക്ക് എത്തുന്നതാണ്. അതനുസരിച്ച് ആ തുക തിരിച്ചടക്കേണ്ടി വരും. കാരണം ഒരു വീട്ടിൽ 2 പേര് വാങ്ങരുത് എന്നുള്ളൊരു നിബന്ധന PM കിസാൻ സമ്മാൻ നിധിയിൽ ഉള്ളതായിരുന്നു. അത് വീണ്ടും മേടിച്ചു കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ സറണ്ടർ ചെയ്യാനായിട്ട് കേന്ദ്രം ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് സറണ്ടർ വേണമെങ്കിൽ സറണ്ടർ ചെയ്യാമായിരുന്നു. അങ്ങനെ ചെയ്യാതിരുന്നവർക്ക് ഇപ്പോൾ ഈ തുക തിരിച്ചടക്കണം എന്നുള്ളത് തന്നെയാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് പരിശോധിച്ച് നോക്കുക. ഈ വിധത്തിൽ നിങ്ങൾക്ക് തുക എത്തിയിട്ടുണ്ടോ, എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ EKYC ഒന്ന് പരിശോധിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസിനകത്ത് ഇന്നെലിജിബിൾ ആയിട്ടുണ്ടോ എന്നുള്ളത് അത് കൃഷി ഓഫീസിലോ അക്ഷയയിലോ ഒക്കെ ചെന്ന് തന്നെ ഒന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്തേണ്ടതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.